നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മോദി സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന് ഒരു പ്രത്യേകതയുണ്ട്. ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെയല്ല ഇപ്പോൾ ബി അധികാരത്തിലേറിയിരിക്കുന്നത്. മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ പിന്തുണയും ബി ഭരണം നടത്താൻ ഇപ്പോൾ ആവശ്യമാണ്. പ്രധാനമായും ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടിയും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള JDUവും സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മാത്രമല്ല മറ്റു ചില പാർട്ടികൾ NDA മുന്നണിയിലുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടെ ഇപ്പോൾ അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വച്ചു പുലർത്തിയിരുന്നത്. എന്നാൽ ഫലം വന്നപ്പോൾ പ്രതീക്ഷ പാളി. ഇന്ത്യ മുന്നണിയുടെ വൻ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത്. ആന്ധ്രാപ്രദേശിലും ബീഹാറിലും TDPയും ജനതാദൾ യുവും മുന്നേറ്റം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നരേന്ദ്രമോദിക്ക് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞു. പിന്തുണ നൽകിയതിന് പകരമായി ഈ രണ്ട് പാർട്ടികൾക്കും കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആവശ്യത്തിൻ്റെ ഏറെ കേന്ദ്ര സർക്കാർ വാരിക്കോരി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തികഞ്ഞു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. മനസ്സമാധാനത്തോടു കൂടിയല്ല BJP ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. പല കാര്യങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ BJPക്ക് കഴിയുന്നില്ല. BJPയുടെ പല നിലപാടുകളും ഇത്തവണ BJP പിന്താങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് വിരുദ്ധമാണ് എന്നുള്ളതിനാൽ ശ്രദ്ധിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. രണ്ടാം മോദി മന്ത്രിസഭയിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ പലതും ഇപ്പോൾ പെൻഡിങ്ങിലാണ്. തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത സാഹചര്യം. പ്രത്യേകിച്ചും ജനതാദൾ യു കേന്ദ്ര സർക്കാരിൻ്റെ പല നിലപാടുകളോടും വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം ശക്തമായ നിലയിലാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഊർജിതമായി തന്നെ രംഗത്തുണ്ട്. പിന്തുണയോടുകൂടി ഭരണം നടത്തുന്നതിനാൽ ഈ മന്ത്രിസഭയുടെ ആയുസ് ഇപ്പോൾ ഊഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. NDA മുന്നണിക്ക് പിന്തുണ നൽകുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒരെണ്ണം കാലുമാറിയാൽ ഭരണം മൂട്ടിൽ വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമായും ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഭരണമാറ്റത്തിന് വല്ല സാധ്യതയുമുണ്ടോ? കാരണം ഇന്ത്യ മുന്നണിയിൽ നിന്നും വളരെ നിർണായകമായ ഒരു സൂചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ലഭിച്ച ഈ സൂചന നിലവിലെ കേന്ദ്ര ഭരണത്തിന് അന്ത്യം കുറിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പശ്ചിമ ബംഗാളിൽ അധികാര കൈമാറ്റം നടക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ബംഗാളിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂൽ കോൺഗ്രസ് നേതാവും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിക്ക് സർക്കാരിൽ സുപ്രധാന ചുമതല നൽകണമെന്ന ആവശ്യം പാർട്ടിയിൽ നേരത്തെ തന്നെ നിരന്തരം ഉയരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഭിഷേക് ബാനർജിയുടെ ജന്മദിനത്തിന് മമതാ ബാനർജിക്ക് ശേഷം അഭിഷേക് ബാനർജി സംസ്ഥാനത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് അവകാശപ്പെട്ട് മുൻ MP കുനാൽ ഘോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാർത്ത എത്തുകയാണ്. മുതിർന്ന TMC നേതാവും മുർഷിദാബാദ് MLAയുമായ ഹുമയൂൺ കബീറാണ് സൂചനകളുമായി എത്തിയിരിക്കുന്നത്. ഏതാനും ദിവസം മുൻപ് ഹുമയൂൺ കബീർ അഭിഷേക് ബാനർജിയെ പ്രശംസിക്കുകയും അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി. മോദി സർക്കാർ അധികകാലം നിലനിൽക്കില്ലെന്നും ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് ഹുമയൂൺ കബീർ വ്യക്തമാക്കിയത്. ആ സർക്കാരിൽ മമതാ ബാനർജി പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മമതാ ബാനർജി കേന്ദ്ര സർക്കാർ രൂപീകരണത്തിൽ പങ്കാളിയാകുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു സ്ഥാനം അവർക്ക് ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഇന്ത്യ മുന്നണിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തയായ രാഷ്ട്രീയ വനിതകളിൽ ഒരാളായാണ് മമതാ ബാനർജിയെ കണക്കാക്കപ്പെടുന്നത്. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി തിരക്കിലാകുമ്പോൾ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയായി അഭിഷേക് ബാനർജിയെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഹുമയൂൺ കബീർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഹുമയൂൺ കബീർ ഇത് പറഞ്ഞതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് അധികാര കൈമാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനർത്ഥം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സൂചനകളിൽ അടങ്ങിയിരിക്കുന്നത്.
കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഹുമയൂൺ കബീർ പറയും. ഈ സർക്കാർ അധികകാലം നിലനിൽക്കില്ല. ഡൽഹിയിൽ ഇന്ത്യൻ സഖ്യം സർക്കാർ രൂപീകരിക്കും. മമതാ ബാനർജി അതിലൊരു പ്രധാന പങ്ക് വഹിക്കും. ഡൽഹിയിലെ ജോലിയും അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അഭിഷേക് ബാനർജിയെ ബംഗാൾ ഉപമുഖ്യമന്ത്രിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ മമതാ ബാനർജി കേന്ദ്രത്തിൽ ചുമതലയേൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രവർത്തനം സുഗമമായി നടക്കാൻ കഴിയുമെന്നും ഹുമയൂൺ കബീർ വ്യക്തമാക്കി. അഭിഷേകിന് ആഭ്യന്തര വകുപ്പും നൽകണമെന്നും അത് നന്നായി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനാകുമെന്നും ഹുമയൂൺ കബീർ പറഞ്ഞു. അഭിഷേക് ബാനർജി അർഹനായ പിൻഗാമിയായി മാറിയെന്ന് ഹുമയൂൺ കബീർ ചൂണ്ടിക്കാട്ടി. അഭിഷേക് ബാനർജി നിലവിൽ TMCയിൽ ജനറൽ സെക്രട്ടറിയായി സുപ്രധാന പദവി വഹിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അഭിഷേക് ബാനർജിക്ക് സുപ്രധാനമായ ഭരണ പദവി ലഭിച്ചാൽ പാർട്ടി കൂടുതൽ ശക്തമാകുമെന്നും കബീർ പറയുന്നു. ഇത് ഉടൻ സംഭവിക്കുമെന്നാണ് ഹുമയൂൺ കബീറിന്റെ വാദം. 2025 ഫെബ്രുവരിയോടുകൂടി ഇക്കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഹുമയൂൺ കബീർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് കേന്ദ്രത്തിലെ ഭരണമാറ്റം സംബന്ധിച്ച് വരുന്ന ഫെബ്രുവരിയിൽ ചില തീരുമാനങ്ങൾ നടപ്പിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തൃണമൂൽ MLA ഹുമയൂൺ കബീർ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമോ? അദ്ദേഹം ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. നേരത്തെ 2014-ലും 2019-ലും അധികാരത്തിൽ കയറിയ മോദി മന്ത്രിസഭയുടെ കാര്യത്തിലായിരുന്നു എങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന്. എന്നാൽ ഇപ്പോൾ അതല്ല സാഹചര്യം. കൂട്ടുകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് BJP. ലോക്സഭയിൽ അവർക്ക് ഏകപക്ഷീയമായ ഒരു ഭൂരിപക്ഷമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടി വരും എന്നുള്ളതും അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയില്ല എന്നുള്ളതുമൊക്കെ സ്വാഭാവികമാണ്. രണ്ടാം മോദി സർക്കാർ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ച പല കാര്യങ്ങളുണ്ട്. രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന കാലത്ത് സർക്കാരിന് ആത്മവിശ്വാസം വർദ്ധിച്ചതും കൊണ്ടായിരിക്കണം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവ നടപ്പിൽ വരുത്താമെന്ന് തീരുമാനിച്ചത്. എന്നാൽ അന്ന് തീരുമാനിച്ച പല കാര്യങ്ങളും ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്ക് നടത്താനാകാത്ത സ്ഥിതിവിശേഷമാണ്. കഴിഞ്ഞ 2 തവണയും മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തിയപ്പോൾ മൂന്നാം തവണയും ആ അധികാരം പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തവണ പ്രതീക്ഷയിൽ നിന്നും വിപരീതമായി BJPക്ക് കാലിടറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതേസമയം ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ താൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞിരുന്നു. മമതാ ബാനർജിയുടെ ഈ വാക്കുകൾ ചെറുതല്ലാത്ത വിവാദങ്ങളും ക്ഷണിച്ചു വരുത്തി. ഇന്ത്യ സഖ്യകക്ഷികളിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായമാണ് മമതയുടെ പരാമർശത്തോട് ഉണ്ടായത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തുടർച്ചയായി ഉണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സഖ്യം ശക്തിപ്പെടുത്തുമെന്ന് സമാജ്വാദി പാർട്ടി പറഞ്ഞപ്പോൾ കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചു. മറുവശത്ത് ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവാണ് ഇന്ത്യ മുന്നണിയുടെ യഥാർത്ഥ ശില്പിയെന്ന് RJD പറഞ്ഞു. സഖ്യകക്ഷികളുടെ വലിയ പങ്ക് വഹിക്കുമ്പോൾ ആത്മപരിശോധന നടത്താൻ സമാജ്വാദി പാർട്ടിയും CPIയും ആവശ്യപ്പെട്ടതോടെ കോൺഗ്രസിന് ഇത് തലവേദനയായി. മമതാ ബാനർജിയുടെ നിർദ്ദേശം ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യണമെന്നും അവർക്ക് 100% പിന്തുണയും സഹകരണവും നൽകുമെന്നും സമാജ്വാദി പാർട്ടി ദേശീയ വക്താവ് ഉദയ്വീർ സിംഗ് പറഞ്ഞു. മമതാ ബാനർജി എന്തെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യകക്ഷി നേതാക്കൾ അത് പരിഗണിച്ച് അവർക്ക് പിന്തുണ നൽകണം. ഇത് സഖ്യത്തെ ശക്തിപ്പെടുത്തും. ബംഗാളിൽ BJP തടയുന്നതിന് മമതാ ബാനർജി നേതൃത്വം നൽകി. ഞങ്ങൾക്ക് അവരോട് ബഹുമാനമുണ്ട്. മമതയുമായുള്ള വൈകാരിക ബന്ധം മുൻപ് തന്നെ ഞങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് എന്ന് തന്നെ ഇതിൽ നിന്നും അനുമാനിക്കാം. MLA ഹുമയൂൺ കബീർ പറഞ്ഞതുപോലെ വരുന്ന ഫെബ്രുവരിയിൽ എന്തോ വലിയ ഒരു സംഗതി രാജ്യത്ത് നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഹുമയൂൺ കബീറിന്റെ പ്രസ്താവന ഇന്ത്യ സഖ്യത്തിൽ ആകാംക്ഷ ഉയർത്തുക മാത്രമല്ല BJP നയിക്കുന്ന NDA സഖ്യത്തിനെ ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മാസം കൂടി കാത്തിരിക്കുമ്പോൾ നാം ഫെബ്രുവരിയിലേക്ക് എത്തും. ഈ പറഞ്ഞതിൻ്റെയും ചെയ്തതിൻ്റെയും ഒക്കെ പൊരുൾ എന്താണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കാം.